ഗോവയിലേക്ക് ഹണിമൂൺ യാത്ര പോകുന്നതിനു പകരം അയോധ്യയിലേക്കും വാരണാസിയിലേക്കും തീർത്ഥാടനത്തിന് കൊണ്ടുപോയ ഭർത്താവിനെതിരെ ഭാര്യ വിവാഹമോചനത്തിന് കേസ് കൊടുത്തിരിക്കുകയാണ്. തീർത്ഥാടനം കഴിഞ്ഞെത്തി 10 ദിവസത്തിനു ശേഷമാണ് ഭോപ്പാൽ സ്വദേശിയായ യുവതി കുടുംബ കോടതിയിൽ അപേക്ഷ നൽകിയത്. 2023 ആഗസ്റ്റിലായിരുന്നു ഇവരുടെ വിവാഹം. പിപ്ലാനിയിലാണ് ദമ്പതികൾ താമസിക്കുന്നത്. ഗോവയിലേക്കാണ് ആദ്യം ഹണിമൂൺ പ്ലാൻ ചെയ്തിരുന്നത്. മാതാപിതാക്കളെ നോക്കേണ്ടതുണ്ടെന്നും അതുകൊണ്ട് വിദേശത്തേക്ക് പോകേണ്ടതില്ലെന്നും ഭർത്താവ് പറഞ്ഞതുകൊണ്ടാണ് താൻ ഗോവ ദക്ഷിണേന്ത്യ യാത്രയ്ക്ക് സമ്മതിച്ചതെന്നാണ് യുവതി പറയുന്നത്. എന്നാൽ രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി ഭർതൃമാതാവിന് അയോധ്യ സന്ദർശിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞതിന് പിന്നാലെ ഭർത്താവ് അയോധ്യയിലേക്കും വാരണാസിയിലേക്കും വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യുകയായിരുന്നുവെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. യാത്രയുടെ തലേന്നാണ് ഇക്കാര്യം ഭർത്താവ് ഭാര്യയെ അറിയിക്കുന്നത്. അന്ന് യുവതി ഇതേക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. എന്നാൽ യാത്ര കഴിഞ്ഞെത്തി 10 ദിവസത്തിനു ശേഷം വിവാഹമോചനത്തിന് കേസ് കൊടുക്കുകയായിരുന്നു. തന്നെക്കാളും ഭർത്താവ് കുടുംബാംഗങ്ങളുടെ കാര്യത്തിലാണ് ശ്രദ്ധിച്ചിരുന്നതെന്നും അവർ ആരോപിക്കുന്നുണ്ട്. IT മേഖലയിൽ ജോലി ചെയ്യുന്ന തന്റെ ഭർത്താവ് നല്ല ശമ്പളം വാങ്ങുന്നുണ്ടെന്നും തനിക്കും നല്ല ശമ്പളമുണ്ടെന്നും അതുകൊണ്ട് ഹണിമൂണിന് വിദേശത്തേക്ക് പോകുന്നത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലെന്നും യുവതി പരാതിയിൽ ചൂണ്ടിക്കാട്ടി. അതേസമയം ഭാര്യ ഈ വിഷയത്തിൽ വലിയ കോലാഹലം സൃഷ്ടിക്കുകയാണെന്ന് ഭർത്താവ് കുടുംബ കോടതിയിലെ കൗൺസിലർമാരോട് പറയുന്നുണ്ട്. ഏതായാലും അയോധ്യ സന്ദർശിച്ചെത്തിയ ഭർത്താവിന് 8ന്റെ പണിയായി പോയി കിട്ടിയത്. മോദി തന്റെ ഭരണം നിലനിന്നു പോകാൻ വേണ്ടി കെട്ടിപ്പൊക്കിയ അയോധ്യ കാരണം രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ തന്നെ വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴിതാ കുടുംബത്തിലും ഇതുമൂലം പ്രശ്നങ്ങൾ തന്നെ. കഴിഞ്ഞ ദിവസം പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ മധുര വിതരണം നടത്തിയ ഇന്ത്യക്കാരെ ജോലിയിൽ നിന്ന് കുവൈത്തിലെ കമ്പനികൾ പിരിച്ചുവിട്ട വാർത്തയും നമ്മൾ കേട്ടിരുന്നു. 9 ഇന്ത്യക്കാരെയാണ് കുവൈത്ത് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട് നാട്ടിലേക്ക് കയറ്റി അയച്ചത്. കുവൈത്തിലെ 2 കമ്പനികളിലായി ജോലി ചെയ്തിരുന്നവരാണ് ഇവർ. തിങ്കളാഴ്ചയായിരുന്നു ഇവർ ജോലി ചെയ്യുന്ന കമ്പനിയിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് മധുര വിതരണം നടത്തിയത്. അന്ന് രാത്രി തന്നെ 9 പേരെയും ഇന്ത്യയിലേക്ക് കയറ്റി അയക്കുകയായിരുന്നു. ഇവർക്കെതിരെ അച്ചടക്ക നടപടിയാണ് സ്വീകരിച്ചതെന്നാണ് കമ്പനികൾ നൽകുന്ന വിശദീകരണം. രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ഇന്ത്യയിലും വിദേശത്തും ഒരു വിഭാഗം ആൾക്കാർ വലിയ ആവേശത്തോടെയായിരുന്നു ആഘോഷിച്ചത്. ഇതിനിടയിലാണ് കുവൈത്തിലെ ഈ സംഭവ വികാസം. ഇതിനെല്ലാം മോദി തന്നെ ഉത്തരം പറയേണ്ടി വരുമെന്നത് മറ്റൊരു കാര്യം.